32 വർഷം. 32 വർഷം ഒരുമിച്ച് കഴിഞ്ഞിരുന്ന രണ്ട് മനുഷ്യരിലൊരാൾ എന്നേക്കുമായി പിരിഞ്ഞു പോകുമ്പോൾ, മരണപ്പെടുമ്പോൾ, ബാക്കിയായി പോയവളുടെ ഹൃദയത്തിൻ്റെ വേദന എത്ര കഠിനമുള്ളതായിരിക്കും. അവളുടെ ഒറ്റപ്പെടലിൻ്റെ ആഴം എത്ര ഭീകരത നിറഞ്ഞതായിരിക്കും. സ്നേഹം കൊണ്ടടുക്കപ്പെട്ട മനുഷ്യരിലെ വിരഹത്തിന്, തിരികെ വരുമെന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട വിരഹത്തിന് മരണത്തിൻ്റെ മുഖം തന്നെയാണുള്ളത്. ഒരിക്കലും സുഖപ്പെടാത്ത മുറിവ് പോലെ ശരീരത്തിൻ്റെ ഓരോ അടരുകളിലും പൊള്ളിപ്പിടിച്ച് ചോരയിറ്റിച്ച് അവയങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറഞ്ഞുപോയൊരാളുടെ ശൂന്യത നിറക്കാൻ കഴിയാതെ, നികത്താൻ കഴിയാതെ സങ്കടം നൽകിക്കൊണ്ടേയിരിക്കും. മലയാളത്തിൻ്റെ പ്രിയ കവി NN കക്കാടിൻ്റെ ഓർമ്മകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി കക്കാട് നടത്തുന്ന പ്രയാണമാണ് ആർദ്രമീ ധനുമാസരാവിൽ എന്ന കൃതി. പൊട്ടിയതും പൊടിഞ്ഞതും നുരുമ്പിച്ചതുമായ ഓർമ്മകളെ സ്നേഹത്തിൻ്റെ ചില്ലുകൂട്ടിൽ ശ്രീദേവി അതീവ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാടിനെക്കുറിച്ചും കൂടെ വളർന്നവരെക്കുറിച്ചും ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും സാഹിത്യ ജീവിതത്തെക്കുറിച്ചും വളരെ അടുക്കോടെ അവതരിപ്പിക്കുന്നുണ്ട് ഈ കൃതിയിൽ. അമിത വൈകാരികതയുടെ പ്രഹസനങ്ങളൊന്നുമില്ലാതെ എത്ര തെളിവോടെയാണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുന്നതെന്ന് അതിശയിച്ചു പോകും പലപ്പോഴും. പ്രത്യേകിച്ച് കക്കാടിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന സന്ദർഭങ്ങളിൽ എത്ര പക്വതയോടെയാണ് ശ്രീദേവി കക്കാട് ഭാഷ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യും. ഒരു മനുഷ്യനെക്കുറിച്ച് എല്ലാം അറിയുന്ന മറ്റൊരു മനുഷ്യൻ എഴുതിയ പുസ്തകം. അതിൽ കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഈ പുസ്തകത്തിന് വേണ്ടെന്ന് തോന്നുന്നു. അത്രമേൽ ലളിതമായി, അത്രമേൽ മനോഹരമായി, അത്രമേൽ വിശദമായി കക്കാടിനെക്കുറിച്ച് ശ്രീദേവി ഈ പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എല്ലാവരും എല്ലാ കാര്യത്തിനും ആശ്വാസം കണ്ടെത്തുന്ന ആ വരിയിൽ, കക്കാടിൻ്റെ ഏറ്റവും മനോഹരമായ ആ വരിയിൽ ശ്രീദേവിയും ആശ്വസിക്കുന്നു. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കാവരും, അപ്പോൾ ആരെന്തും എന്നെന്നും ആർക്കറിയാം. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം.